വെൽക്കം, തഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ സെൽ മെംബ്രെയിൻ. ആന്റിബയോട്ടിക്സ് ആക്ടിംഗ് ഓൺ സെൽ മെംബ്രെയിൻ ആണ്. നമ്മൾ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോ വെച്ചിട്ട് നമ്മൾ അത് തീർത്തു. നമ്മൾ ബീറ്റാ ലാക്ടംസ് പറഞ്ഞു, സെഫാലോസ്പോറിൻ, പെനിസിലിൻ, കാർബപെനാംസ്, അങ്ങനെയൊക്കെയുള്ള ഡ്രഗുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. വാങ്കോമൈസിൻ, ഫോസ്ഫോമൈസിൻ, ബാസിട്രാസിൻ, എല്ലാ മരുന്നുകളും നമ്മൾ പറഞ്ഞു. സോ ഇനി നമുക്ക് പറയേണ്ടത് ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ സെൽ മെംബ്രെയിൻ ആണ്. അവയെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ആണ്. ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ്. സോ ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ്, AMP എന്ന് നമുക്ക് വിളിക്കാം. പ്രധാനപ്പെട്ട മരുന്നുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഡാപ്റ്റോമൈസിൻ ആണ്. രണ്ടാമത്തത് നമ്മൾ കോളിസ്റ്റിൻ ആണ് നമ്മൾ പറയുന്നെങ്കിലും പ്രധാനമായിട്ടും അതിനെ പോളിമിക്സിൻസ് എന്നാണ് വിളിക്കുക. പോളിമിക്സ്, പലതരം പോളിമിക്സിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കോളിസ്റ്റിൻ ആണ് ഇതിൽ വരുന്നത്. ദെൻ ഇനിയും മരുന്നുകളുണ്ട്. അതിനകത്ത് ഗ്രാമിസിഡിൻ ഉണ്ട്, ദെൻ ഗ്രാമിസിഡിൻ തന്നെ ഗ്രാമിസിഡിൻ എസ് ഉണ്ട്. ദെൻ ടൈറോസിഡിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ടൈറോത്രിസിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇത്ര മരുന്നുകളുണ്ട്. ഇതിൽ ഡാപ്റ്റോമൈസിൻ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനെയാണ് കൊല്ലുക, ഗ്രാം പോസിറ്റീവിനെയാണ് കൊല്ലുക. വൈൽ കോളിസ്റ്റിൻ ഗ്രാം നെഗറ്റീവിനെയാണ് കൊല്ലുക. കോളിസ്റ്റിൻ ഗ്രാം നെഗറ്റീവ് ആണ്. ദെൻ ഗ്രാമിസിഡിൻ ഈസ് ഓൾസോ ഗ്രാം നെഗറ്റീവ് ആണ്. ദെൻ ബാക്കിയുള്ളതെല്ലാം ടൈറോസിഡിൻ, ഇതെല്ലാം ഗ്രാം പോസിറ്റീവിനും പറ്റും നെഗറ്റീവിനും പറ്റും, രണ്ടിനും പറ്റും. അപ്പൊ നമ്മൾ ഇത് നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നശിപ്പിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സെൽ മെംബ്രെയിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ, ബാക്ടീരിയ ആയാലും മനുഷ്യനായാലും സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഇതിനെ നശിപ്പിക്കാൻ സിമ്പിളായിട്ട് സോപ്പിന് പറ്റും, ആൽക്കഹോളിന് പറ്റും. കോവിഡ് കാലത്ത് സോപ്പ് കൊണ്ട് കഴുകൽ, സാനിറ്റൈസർ, ആൽക്കഹോൾ കയ്യിൽ പുരട്ടലൊക്കെ ഓർക്കുന്നില്ലേ? വൈറലിന്റെ മെംബ്രെയിൻ ആയാലും ഇതിനെ നശിപ്പിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അത് നമ്മളിവിടെ പറയുന്നില്ല. കാരണം അത് നമ്മൾ ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻസിലാണ് നമ്മൾ പറയാം. അത് മരുന്നായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അതും സെൽ മെംബ്രെയിൻ നശിപ്പിക്കുന്നതിനാണ്. പക്ഷെ അത് ആന്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആന്റിബയോട്ടിക്. അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. ബാക്ടീരിയയ്ക്ക് സെൽ മെംബ്രെയിൻ ഉണ്ട്. നമ്മളത് വരച്ചു. ഇങ്ങനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ സാധാരണ വരയ്ക്കുക. സെൽ മെംബ്രെയിൻ നമ്മളിങ്ങനെ വരയ്ക്കും. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വരയ്ക്കുന്നു. സോ ഗ്രാം പോസിറ്റീവിന് ഒരു സെൽ മെംബ്രെയിൻ പ്ലസ് അതിന്റെ പുറത്ത് നമുക്ക് ഈ സൈഡ് ഗ്രാം പോസിറ്റീവ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഗ്രാം നെഗറ്റീവിനാണെങ്കിൽ സെൽ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് ഒരു ചെറിയ പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഉണ്ട്, ചെറുത് വളരെ. അതിന്റെ പുറത്ത് വീണ്ടും ഒരു സെൽ മെംബ്രെയിൻ കൂടിയുണ്ട്. അപ്പോൾ രണ്ട് സെൽ മെംബ്രെയിൻ, ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ നടുവിൽ. ഇതാണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ആൻഡ് ഈ സെൽ മെംബ്രെയിൻ എന്തിനാണ്? ഈ സെൽ മെംബ്രെയിൻ ആണ് സെല്ലിനകത്തുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇനി ഇങ്ങോട്ട് അയോൺസ് കടന്നു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നശിച്ചു. സോ ഈ സെല്ലിനകത്തുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നിലനിർത്തുന്നത് പ്രത്യേകിച്ച് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഓർ H+ ഓർ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ് നിലനിർത്താൻ. ഈ H+ ഓർ പ്രോട്ടോൺ ഉണ്ടാക്കുന്ന പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്. സോ ഇത് H+ അകത്ത് കയറി കഴിഞ്ഞാലാണ് എന്ത് പറ്റുക? ATP ഉണ്ടാക്കാൻ പറ്റുക. ബാക്ടീരിയക്ക് ATP ഉണ്ടാക്കണമെങ്കിൽ H+ അല്ലെങ്കിൽ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് വേണം. സോ ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് നശിച്ചു പോയി കഴിഞ്ഞാൽ ATP സിന്തസിസ് നശിച്ച് ബാക്ടീരിയ തട്ടിപ്പോകും. സോ ഈ മരുന്നുകളെല്ലാം തന്നെ അങ്ങനെയാണ്. ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ നശിപ്പിക്കുന്നുണ്ട്. സോ ദീസ് ഓൾ ആർ ബാക്ടീരിയസിഡൽ. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ഡ്രഗ്സ് ആർ ബാക്ടീരിയസിഡൽ ഏജന്റ്സ്. ഇനി നമുക്ക് ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോകാം. നമ്മുടേതുപോലെ സെൽ മെംബ്രെയിൻ ബാക്ടീരിയയും ലിപ്പിഡ് ബൈലെയർ തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ പുറത്തുള്ളത് ഫോസ്ഫോ ആണ് ആൻഡ് അകത്തുള്ളത് ഫാറ്റി ആസിഡ് ലെയർ ആണ്, ഫാറ്റി ആസിഡ്. സോ ദിസ് ഈസ് ഹൈഡ്രോഫോബിക് ആണ്, ഇത് ഹൈഡ്രോഫിലിക് ആണ്. ആൻഡ് ഈ സെൽ മെംബ്രെയിൻ അതിനൊരു ഫ്ലൂയിഡിറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടൊക്കെ, നമ്മുടെ മനുഷ്യരിലൊക്കെ ആണെങ്കിൽ അതിൽ കൊളസ്ട്രോൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കൊളസ്ട്രോൾ, ഫംഗസിലാണെങ്കിൽ എർഗോസ്റ്റെറോൾ ആയിരിക്കും. ഇവയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഒന്നും ആകത്തില്ല. ഇവയ്ക്ക് ഇത് ചെയ്യാനായിട്ട് ഇവിടെ സെൽ മെംബ്രെയിനിൽ തന്നെയുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഈ ഫാറ്റി ആസിഡിന്റെ സാച്ചുറേഷനും അൺസാച്ചുറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവ ചെയ്യാം. ഇനി ഗ്രാം നെഗറ്റീവിന് ഒരു ഔട്ടർ LPS എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അല്ല, ലിപ്പോപോളിസാക്കറൈഡ്സ്. സോ ഇതിന് കുറച്ച് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അഡീഷണൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് ആർക്ക്? ഗ്രാം നെഗറ്റീവിനുണ്ട്. സോ നമ്മൾ എന്തിനാണ് ഈ ചാർജിനെ പറ്റി പറയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാം. സോ സെൽ മെംബ്രെയിന് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും അഡീഷണൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ല, അല്ലെങ്കിൽ അത് ഹൈഡ്രോഫോബിക് ഏരിയ ആണ്. ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഇനി നമ്മളൊന്ന് ആലോചിക്കുക,
ആലോചിക്കാം, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ കാറ്റയോണിക് ചാർജ് ഉള്ള കെമിക്കലിന് ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ പറ്റും അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഫുൾ നെഗറ്റീവ് ആണ്, ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ പറ്റും. ആൻഡ് അവയ്ക്ക് ഒരു ലിപ്പിഡ് കോർ കൂടി ഉണ്ടെങ്കിലോ, ലിപ്പിഡ് കോർ കൂടിയുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് ആദ്യം ഇവിടെ ഒന്ന് ഒട്ടിച്ചേരും, ഈ ലിപ്പിഡ് കോർ ഇതിനകത്തേക്ക് തള്ളി കയറ്റി വയ്ക്കാനും പറ്റും, ഒട്ടിപ്പിടിക്കാനും പറ്റും. സോ അത്തരം കെമിക്കൽസിന് ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനെ നശിപ്പിക്കാൻ പറ്റും. ആദ്യം ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കും, എന്നിട്ട് ഇതിനകത്തോട്ട് കയറുകയും ചെയ്യും. സോ നമ്മൾ പറയുന്ന മരുന്നുകൾ എല്ലാം തന്നെ കാറ്റയോണിക് ഡിറ്റർജൻസ് ആണ്. ഡിറ്റർജൻസ് എന്ന് വെച്ചാൽ അർത്ഥം സോപ്പുകൾ എന്ന് തന്നെയാണ്. സോ ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ആർ കാറ്റയോണിക് ഡിറ്റർജൻസ് ആണ്. നമ്മുടെ സോപ്പൊക്കെ പോലെ തന്നെ ഇതിന് സെൽ മെംബ്രെയിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ക്യാൻ മേക്ക് പോർസ്, സെൽ മെംബ്രെയിൻ്റെ അകത്ത് തുളകൾ ഉണ്ടാക്കാൻ പറ്റും, പോർസ് ഓൺ ദ മെംബ്രെയിൻ. ആൻഡ് ദിസ് ഡിസ്ട്രോയ്സ് ദിസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് നശിപ്പിക്കപ്പെടുമ്പോൾ ATP സിന്തസിസ് ഇല്ലാതെയാകുന്നു, ബാക്ടീരിയ ചാകും. സോ ഇതാണ് അവയുടെ ബേസിക് മെക്കാനിസം. അപ്പോൾ നമ്മുടെ മരുന്നുകൾ കോളിസ്റ്റിൻ അല്ലെങ്കിൽ പോളിമിക്സിൻസ് ആൻഡ് ഓൾസോ ഡാപ്റ്റോമൈസിൻ രണ്ടും കാറ്റയോണിക് ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്. ഇത് അത്രയുമില്ല എങ്കിലും കാറ്റയോണിക് ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സിൽ നമുക്ക് പെടുത്താം. ആൻഡ് ഇതിനെ നമുക്ക് സൈക്ലിക് ലിപ്പോപെപ്റ്റൈഡ്സ് എന്നാണ് പറയുക, സൈക്ലിക് ലിപ്പോപെപ്റ്റൈഡ്സ്. സോ രണ്ടിനും സെൽ മെംബ്രെയിനിൽ ചേർന്നിട്ട് ഒട്ടിച്ചേർന്ന് തുള ഉണ്ടാക്കാൻ പറ്റും എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആദ്യം പോളിമിക്സിൻസിനെ കുറിച്ച് പറയാം. പോളിമിക്സിൻസിൽ വരുന്നതാണ് കോളിസ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഫസ്റ്റ് പോയിന്റ്, ഇത് ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ദീസ് ആർ കാറ്റയോണിക് സൈക്ലിക് ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ്. സോ ആന്റിമൈക്രോബിയൽ ഒഴിവാക്കിയാൽ പെപ്റ്റൈഡ്സ് എന്ന് എഴുതാം. സൈക്ലിക് എന്ന് പറയാൻ കാരണം ഇതാണതാ, ഒരു സൈക്ലിക് റിങ് അകത്തുണ്ട്, അതുകൊണ്ടാണ് സൈക്ലിക് എന്ന് പറയുക. ദെൻ ലിപ്പിഡ്സ് എന്ന് പറയാൻ കാരണം ഇതാണ്, ലിപ്പിഡ് മോയിറ്റി ഇവിടെയുണ്ട്. സോ ലിപ്പിഡായി സൈക്ലിക്കായി ആന്റിമൈക്രോബിയൽ ആണ്. 1947 ഇത് കണ്ടുപിടിച്ചത്. 1970 വരെ നന്നായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിന് ന്യൂറോ ടോക്സിറ്റി ഉണ്ട് ആൻഡ് നെഫ്രോ ആൻഡ് ന്യൂറോ ടോക്സിറ്റി, ഇത് രണ്ടും ഉള്ള കുറ്റങ്ങളായിരുന്നു നമുക്ക് മുഴുവൻ. അതുകൊണ്ട് നമ്മൾ ഉപയോഗമൊക്കെ കുറച്ചു. പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല മരുന്നുകൾക്കെതിരെയും ബാക്ടീരിയ റെസിസ്റ്റൻസ് നേടി, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഒക്കെ നേടിയപ്പോൾ നമ്മൾ ഇത് വീണ്ടും പൊടി തെറ്റിയെടുക്കാനായിട്ട് നിർബന്ധിതരായി എന്ന് വേണമെങ്കിൽ പറയാം. സോ കോളിസ്റ്റിൻ നമ്മൾ അങ്ങനെ എടുത്ത മരുന്നാണ്. ആൻഡ് ഇതിന്റെ ഒരു കെമിക്കൽ സവിശേഷത, ഇതിനകത്ത് ഡെക്സ്ട്രോ അമിനോ ആസിഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഡെക്സ്ട്രോ അമിനോ ആസിഡ്സ് നോക്കുക, ഒരു ഡി ഫിനൈൽ അലാനിൻ. ദെൻ സാധാരണ കാണാത്ത അമിനോ ആസിഡ് ആണ് ഡൈ അമിനോ ബ്യൂട്രിക് ആസിഡ്. ഇത് DAB എന്ന് വെച്ചാൽ ഡൈ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. ഡൈ അമിനോ ബ്യൂട്രിക് ആസിഡ് ഒരു 6 എണ്ണം ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 1, 2 അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഒരു 6 ഡൈ അമിനോ ബ്യൂട്രിക് ആസിഡ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം ഇവിടെ പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ, ഇതെല്ലാം കാറ്റയോണിക് ആണെന്ന് കൂടിയും ആലോചിക്കുക. അപ്പോൾ സോ ദീസ് ആർ ഹൈലി കാറ്റയോണിക് ഡ്രഗ് ആണ് ദീസ് പോളിമിക്സിൻ എന്ന് പറയാം. 5 തരം പോളിമിക്സിൻസ് ഉണ്ട്, 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമിക്സിൻസ് ഉണ്ട്. അതിനെ നമുക്ക് ABCDE അങ്ങനെ തിരിക്കുകയാണെങ്കിൽ അതിൽ ആണ് പോളിമിക്സിൻ E എന്ന് പറയുന്നതാണ് കോളിസ്റ്റിൻ. സോ കോളിസ്റ്റിൻ ഈസ് പോളിമിക്സിൻ E ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ആൻഡ് കോളിസ്റ്റിനിലാണെങ്കിൽ ഇത് നമ്മൾ വരച്ചിരിക്കുന്ന പോളിമിക്സിൻ B ആണ്. ആൻഡ് കോളിസ്റ്റിലാണെങ്കിൽ ഡി ഫിനൈൽ അലാനിന് പകരം ഇവിടെ നമ്മൾ ഇത് വെട്ടിയിട്ട് ഡി ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നൗ ദിസ് ഈസ് കോളിസ്റ്റിൻ ആയി. ആൻഡ് ഇത് ലഭിക്കുന്നത് ബാസില്ലസ് പോളിമിക്സിയ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ്. ബാസില്ലസ് പോളിമിക്സിയ, അതിന്റെ തന്നെ കോളിസ്റ്റിമസ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് കിട്ടുക. ആൻഡ് കോളിസ്റ്റിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാം നെഗറ്റീവിലാണ് ഫലം, പോസിറ്റീവിലല്ല. ഇതിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ദിസ് DAB ബാക്ടീരിയയുടെ LPS, ബാക്ടീരിയ ഇതാണെങ്കിൽ അതിന്റെ സെൽ മെംബ്രെയിന്റെ പുറത്തുള്ള LPS വന്ന് അങ്ങോട്ട് ഒട്ടിച്ചേരും. അത് നെഗറ്റീവാണ്, അപ്പോൾ ഇത് ഹൈലി പോസിറ്റീവ് ആണ്, അതിലൂടെ ഒന്ന് ഒട്ടിച്ചേരാം. ദെൻ മരുന്ന് സെൽ മെംബ്രെയിനിലുള്ള മാഗ്നീഷ്യം, കാൽഷ്യം എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യും. ആൻഡ് ഇതിന്റെ ഫാറ്റി ആസിഡ് ചെയിൻ, ഇതാണ് ഫാറ്റി ആസിഡ് ചെയിൻ. ഈ ചെയിൻ എന്ത് ചെയ്യും, സെൽ മെംബ്രെയിന്റെ ഉള്ളിലേക്ക് നോൺ പോളാർ ഭാഗത്തേക്ക് കുത്തിക്കയറ്റും അല്ലെങ്കിൽ കടത്തും. അങ്ങനെ ഇത് ഡിസ്റ്റെബിലൈസസ് ദ സെൽ മെംബ്രെയിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. നമുക്ക് പോളിമിക്സിൻ B യെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. പോളിമിക്സിൻ B എന്ന് പറയുന്നത് മിക്സറാണ്. B1ഉം B2ഉം കൂടി ചേർന്ന ഒരു മിക്സറാണ്. ഇത് നമ്മൾ എക്സ്റ്റേണലി പുറമേക്ക് പുരട്ടാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ടോപ്പിക്കലാണ് സംഭവം. സോ ഇത് കുത്തിവെക്കാറില്ല, കാരണം നോട്ട് അബ്സോർഡ് ഓറലി. ഇത് നമ്മൾ മിക്സറാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇന്റർനാഷണൽ യൂണിറ്റിലാണ് പറയാ. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. സോ പോളിമിക്സിൻ B എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മരുന്നെന്ന് വെച്ചാൽ അത്
നിയോസ്പോറിനാണ്. നിയോസ്പോറിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ഫേമസ് ആണ്. നിയോസ്പോറിനകത്ത് പോളിമിക്സിൻ ബി ഉണ്ട്, അതിനകത്ത് പിന്നെ ഉള്ളത് നിയോമൈസിൻ ആണ്, നിയോമൈസിൻ ഉണ്ട്, ദെൻ ബാസിട്രാസിൻ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. സോ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ നിയോസ്പോറിൻ എന്ന് പറയുന്ന ഓയിൻമെന്റ്. സോ പുറമേക്ക് മുറിവിലൊക്കെ പെരട്ടാനുള്ള സംഭവമാണ്. സോ കോളിസ്റ്റിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോളിമിക്സിൻ ഇ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇത് IV ആയിട്ടാണ്, പരേൻഡർലി ആണ് നമ്മൾ കൊടുക്കുക. ഗ്രാം നെഗറ്റീവിനാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ഇപ്പോൾ ഉദാഹരണത്തിന് സ്യൂഡോമോണാസ് എന്ന് എഴുതാം, ഈ കോളൈ അതിനെഴുതാം, എച്ച് ഇൻഫ്ലുവൻസയ്ക്ക് എഴുതാം, ഷിജല്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്, കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ക്ലെപ്സില്ല, അസിനെറ്റോബാക്ടർ. സോ ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി റെസിസ്റ്റന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഒട്ടും ഇപ്പോൾ ഉപയോഗമില്ലാത്തത് പ്രോട്ടിയസിനെതിരെ ഇപ്പോൾ ഉപയോഗമില്ല, സെറാഷ്യക്കെതിരെ ഉപയോഗമില്ല. ദെൻ ഗ്രാം പോസിറ്റീവ് കോക്കയാണെങ്കിലും ഇത് യാതൊരു ഉപയോഗവുമില്ല. ആൻഡ് പെരൻഡർലി നമ്മൾ കൊടുക്കുന്നത് കോളിസ്റ്റിമെത്തേറ്റ് എന്ന് പറയുന്ന സംഭവം. കോളിസ്റ്റിമെത്തേറ്റ് ആണ് നമ്മൾ ഈ കോളിസ്റ്റിൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇറ്റ്സ് എ മിക്സർ ആണ്, CMS എന്ന് പറയും. ആൻഡ് ഇത് ബ്ലഡിൽ വെച്ചിട്ട് പതിയെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് കോളിസ്റ്റിനായിട്ട് മാറുകയാണ്. എന്നിട്ടാണ് അതിന്റെ ആക്ഷൻ. ഇതിന്റെ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 30,000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് ഇൻഹലേഷൻ ആയിട്ട് കൊടുക്കാം. ലങ് ഇൻഫെക്ഷൻ, ഉദാഹരണത്തിന് ലങ് ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഹലേഷൻ ആയിട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. ദെൻ ഇൻട്രാവെൻട്രിക്കുലാർ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ഇൻട്രാതീക്കൽ ആയിട്ടും നമുക്ക് വേണമെങ്കിൽ കോളിസ്റ്റിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സാധാരണ കോളിസ്റ്റിന്റെ ഡോസ് എന്ന് പറയുന്നത് 300 മില്ലിഗ്രാം ആണ്. 300 മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 9 മില്യൺ യൂണിറ്റ്സ് ആണ് IV ആയിട്ട് കൊടുക്കുക, ലോഡിംഗ് ഡോസ്. സോ അത്രയും വേണ്ടി വരാത്തവർക്ക് 130 മില്ലിഗ്രാം ഒക്കെ ആയിരിക്കും, ഡിപ്പെൻസ്, അതനുസരിച്ചായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ മറ്റ് നമ്മൾ ഇതിനെതിരെ ഈ ഈ ഓർഗാനിസത്തിനെതിരെ ഉപയോഗിക്കുന്ന മറ്റ് മരുന്നുകൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അത് സൈനർജസ്റ്റിക് ഫലം കിട്ടും എന്നുള്ളതാണ്. ഇത് വേറെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ആൻഡ് ഈ മരുന്ന് അതേപോലെ തന്നെ കിഡ്നി എലിമിനേറ്റ് ചെയ്യും. സോ വൃക്ക രോഗികളിൽ ദിസ് ഹാസ് ടു റെഡ്യൂസ് ദ ഡോസ്. കിഡ്നി ഡിസീസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോസ് കുറച്ചേ പറ്റൂ. നെഫ്രോടോക്സിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അത് ഡോസ് കൂടിയാൽ ദോഷം കൂടും. സോ ഡോസ് റിലേറ്റഡ് ആണ്, ഡോസ് റിലേറ്റഡ് നെഫ്രോടോക്സിറ്റി ആണ് ഇത് ഉണ്ടാക്കുക. CNS ടോക്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, പാരാസ്തീഷ്യ ഉണ്ടാക്കാം, വെർട്ടൈഗോ ഉണ്ടാക്കാം, മസിൽ വീക്ക്നെസ്, ഇങ്ങനെയൊക്കെയുള്ള CNS ടോക്സിറ്റിയും ഉണ്ടാക്കാം. ദെൻ കുത്തിവെക്കുന്നിടത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ലോക്കൽ ഇഞ്ചക്ഷൻ സൈറ്റ് പ്രോബ്ലംസ് ഈസ് ഓൾസോ എ പ്രോബ്ലം. ലോക്കൽ ഇഞ്ചക്ഷൻ സൈറ്റ് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ഹെപ്പറ്റോടോക്സിറ്റി, ന്യൂട്രോപീനിയ അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഹെപ്പറ്റോടോക്സിറ്റി, ന്യൂട്രോപീനിയ ഇതൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, സോ ഇത് കൊടുക്കുന്നത് വെരി സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുക. മറ്റു മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവനെ വിളിക്കൂ, കോളിസ്റ്റിനെ വിളിക്കൂ എന്ന് നമ്മൾ പറയാ. ബാക്ടീരിയമിയ കണ്ടീഷൻസ്, സിവിയർ ബേൺസ്, എൻഡോകാർഡൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ ലാസ്റ്റ് റിസോർട്ട് ഡ്രഗ് ആണ് കോളിസ്റ്റിൻ എന്ന് പറയുന്നത്. സോ റിസർച്ച് ഡ്രഗ് ആണ്. ആൻഡ് ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ബാക്ടീരിയ ഈ LPSൽ മോഡിഫിക്കേഷൻ നടത്തും. ബാക്ടീരിയയുടെ ഈ ഇവിടെയുള്ള LPSന്റെ നെഗറ്റിവിറ്റിക്ക് ഇച്ചിരി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവനൊന്നും ഒട്ടിച്ചേരില്ലല്ലോ. അങ്ങനെയുള്ള തരികിട പരിപാടികളാണ്. ബാക്ടീരിയ ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. അടുത്ത മരുന്ന് ഡാപ്റ്റോമൈസിൻ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഡാപ്റ്റോമൈസിനെ കുറിച്ച് മാത്രമാണ് പറയാ. സോ ദിസ് ഓൾസോ ആന്റി മൈക്രോബിയൽ ലിപ്പോപെപ്റ്റൈഡ് ആണ്. ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്, വേണമെങ്കിൽ ലിപ്പോപെപ്റ്റൈഡ് എന്ന് കൂടി ചേർത്തേക്കാം. സൈക്ലിക് ആണ്, സൈക്ലിക് റിംഗ് ഉണ്ട്. സോ ഇതിന് പക്ഷേ നമ്മൾ പറഞ്ഞു ഗ്രാം പോസിറ്റീവിലാണ് ആക്ഷൻ, മറ്റേത് ഗ്രാം നെഗറ്റീവിലാണ്. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനെതിരെയാണ് ഇത് പ്രവർത്തിക്കുക. ആൻഡ് ഇത് ലഭിക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് റോസിയോസ്പോറോസിസ്, അതിലാണ് റോസിയോസ്പോറോസിസിൽ നിന്ന് ലഭിക്കുന്നതാണ്. 1980കളിലാണ് ഇത് ലഭിച്ചത്. പിന്നെ കുറെ നാൾ ഉപയോഗം നിന്നു. പിന്നീട് 2003 സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. ദെൻ എൻഡോകാർഡൈറ്റിസിലൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇത് ഉപയോഗം കൂടി വന്നത്. ഇപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, വാങ്കോമൈസിൻ ഇന്റർമീഡിയറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഗ്ലൈക്കോപെപ്റ്റൈഡ് ഇന്റർമീഡിയറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഇത് രണ്ടും ഒന്നായിട്ട് വേണമെങ്കിൽ പറയാം. ദെൻ വാങ്കോമൈസിൻ റെസിസ്റ്റന്റ് എൻറ്ററോകോക്കൈ, ദെൻ ലിനസോളിഡ് റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ലിനസോളിഡ് റെസിസ്റ്റന്റ് എൻറ്ററോകോക്കൈ, ദെൻ സ്ട്രെപ്റ്റോഗ്രാമിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ മറ്റു മരുന്നുകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ്. സോ ദിസ് ഈസ് ഓൾസോ എ റിസർച്ച് ഡ്രഗ് ആണെന്ന് പറഞ്ഞു. ദെൻ ദിസ് ഈസ് ഓൾസോ എ ബാക്ടീരിയസിഡൽ ഏജന്റ് ആണ് എന്നും നമ്മൾ. സോ 10 അമിനോ ആസിഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ 10 അമിനോ ആസിഡ് ഉള്ള ഒരു റിംഗ് ആണ്. മറ്റേതിന് ഇത് അത്രയും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതിൽ അൺയൂഷ്വൽ അമിനോ ആസിഡ് 2
രണ്ടെണ്ണമുണ്ട്. അൺയൂഷ്വൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ എൽ ഓർണിത്തിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഇവിടെ എവിടെയുണ്ട്. സോ എൽ ഓർണിത്തിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. സോ ദിസ് ഇസ് എൽ ഓർണിത്തിൻ. അത് അൺയൂഷ്വൽ ആണ്, സാധാരണ മനുഷ്യരിലൊന്നും ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ജീവനുള്ളതിനൊക്കെ ഇല്ലാത്തതാണ്. ദെൻ കൈന്യൂറിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡും കൂടി ഇതിനകത്തുണ്ട്. സോ ഇങ്ങനെ രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ദെൻ കാറ്റയോണിക് എണ്ണം കൂടുതലാണെന്ന് വെച്ചാൽ ഇല്ല, ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. മറ്റേതിനകത്ത് 6 DAB തന്നെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് 6. ആൻഡ് 3 ആനയോണിക് ആണ്. ആൻഡ് മൊത്തം ഇതിന് ചാർജ് ഈ കുറവാണെന്ന് പറയാം. നെറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ആൻഡ് മരുന്ന് അപ്പം എങ്ങനെ ആക്ട് ചെയ്യുന്ന വെച്ചാൽ മരുന്ന് കാൽഷ്യമായിട്ട് ഒട്ടിച്ചേരുന്നു. ഇപ്പോൾ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് പറയാം, സെൽ മെംബ്രെയിനിൽ ചെല്ലുന്നു, സെൽ മെംബ്രെയിനിൽ ചെന്നിട്ട് സെൽ മെംബ്രെയിനിലുള്ള കാൽഷ്യമായിട്ട് ചേരുമ്പോൾ ഇത് കാറ്റയോണിക് ആകും. എന്നിട്ട് മറ്റേതുപോലെ തന്നെ ഫോസ്ഫോലിപ്പിഡ് ബയലെയറിലെ ഫോസ്ഫേറ്റ് പോയി പിടിക്കും. പിന്നെ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ലിപ്പിഡ് ദീസ് ഭാഗം, ലിപ്പിഡ് ആറ്റം, അത് അകത്തേക്ക് കുത്തിക്കയറ്റുന്നു, സെൽ മെംബ്രെയിനിൽ പോറുണ്ടാക്കുന്നു. സെൽ മെംബ്രെയിനിൽ അങ്ങനെ പോറുണ്ടാക്കുമ്പോൾ പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ലോസ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നു, ATP പ്രൊഡക്ഷൻ നിൽക്കുന്നു. സോ ഇതാണ് ഇവിടെ പ്രവർത്തന രീതി. സോ ദിസ് ഓൾസോ ബാക്ടീരിയസിഡൽ ആണ്. ഇനി ഡാപ്റ്റോമൈസിൻ ന്യൂമോണിയയിൽ ഉപയോഗിക്കാറില്ല. സോ നോട്ട് യൂസ്ഡ് ഇൻ ന്യൂമോണിയ. ഈവൻ ദോ ന്യൂമോണിയ ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുമെങ്കിലും ന്യൂമോണിയയിൽ ഇത് ഉപയോഗിക്കാറില്ല. എഫക്റ്റീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ ലങ്സിനകത്തൊരു സംഭവം ഉണ്ട്, അതിനെ നമ്മൾ സർഫാക്ടന്റ് എന്നാണ് പറയുക, പൾമോണറി സർഫാക്ടന്റ്. പൾമോണറി സർഫാക്ടന്റിനെ ഈ മരുന്നിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഇത് ന്യൂമോണിയയിൽ ഇത് ഉപയോഗിക്കാറില്ല. ഇനി മരുന്ന് കിഡ്നിയിലൂടെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കാം. സോ വൃക്കരോഗികൾ ഡോസ് ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ കിഡ്നി പേഷ്യൻസ്. അപ്പൊ ഇനി ദോഷഫലങ്ങൾ കൂടി പറയാം. ദോഷഫലങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മയോപ്പതിയാണ്. മയോപ്പതി എന്ന് വെച്ചാൽ മസിൽ വേദന. ആൻഡ് റാബ്ഡോമയോലൈസിസ് ഇത് നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിൻസ് വിഭാഗം മരുന്നുകൾക്കാണ് അല്ലെ, കൊളസ്ട്രോൾ കുറക്കുന്ന സ്റ്റാറ്റിൻ. സോ ഈ മരുന്നിന്റെ ഒപ്പം സ്റ്റാറ്റിൻ കൊടുക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഈ മരുന്ന് ഒഴിവാക്കേണ്ടി വരും. ദെൻ പിന്നെ പ്രശ്നങ്ങൾ GI ഇൻടോളറൻസ് ഉണ്ടാക്കാം, ഇസ്നോഫിലിക് ന്യൂമോണിയ ഉണ്ടാക്കാം, റാഷസ് ഉണ്ടാക്കാം, ഹെഡേക്ക് ഉണ്ടാക്കാം, ന്യൂറോപ്പതി ഉണ്ടാക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഇതാണ് സ്പെസിഫിക് അഡ്വേഴ്സ് എഫക്ട് എന്താണെന്ന് വെച്ചാൽ മയോപ്പതി ആൻഡ് റാബ്ഡോമയോലൈസിസ് ആണ്. ആൻഡ് ഉപയോഗം എവിടെയാണ്? സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസിൽ ഉപയോഗിക്കാം. കൊടുക്കുന്നത് 4 mg/kg ഒരു നേരമാണ് ഉപയോഗിക്കുക. പരമാവധി 8 to 10 mg/kg സീരിയസ് ഇൻഫെക്ഷനിൽ കൊടുക്കാം. കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാം. റെസിസ്റ്റൻസ് വളരെ കുറവാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഓർഗാനിസത്തിലാണ് കൊടുക്കുക എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. സാധാരണ കൊടുക്കുന്ന മരുന്നല്ല. സോ നമ്മൾ 2 മരുന്നിനെ കുറിച്ചാണ് പറഞ്ഞത്, കോളിസ്റ്റിൻ ആൻഡ് ഡാപ്റ്റോമൈസിൻ. ബാക്കിയുള്ള മരുന്നുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡ്രഗ് ആക്ടിംഗ് ഓൺ സെൽ മെംബ്രെയിൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.